സ്വർഗത്തിലോ നമ്മൾ സൗദി എയർപോർട്ട് റൂട്ടിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും. അതിന് നമ്മൾ ഈ വണ്ടിക്കാണല്ലോ സൗദിക്ക് പോകുന്നത്. വണ്ടിക്ക് സൗദി? ആ വണ്ടിക്ക് നമ്മൾ സൗദിക്ക് പോകും. കൊച്ചിയിലൊരു സൗദി ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ആ ഈ വണ്ടിക്ക് പോകാൻ പറ്റുന്നൊരു സൗദി ഞാൻ കാണിച്ചത്. നമുക്ക് മാപ്പ് ഇട്ട് നോക്കാം. ഇതാ ഗൂഗിൾ മാപ്പിൽ വരെ സൗദി ഉണ്ട്. മുണ്ടംവേലി, കൊച്ചി, കേരള കണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞ സൗദി, കൊച്ചിയിലെ സൗദി. ഈ ഗ്രാമത്തിന് ഈ പേര് വരാൻ ഒരു കാരണമുണ്ട്. അതിന് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രവുമുണ്ട്. അറിയാം നമുക്ക് അതേക്കുറിച്ച്. അച്ഛാ നമസ്കാരം. ഓക്കെ, വെൽക്കം. ഈ സ്ഥലത്തിന് ഇങ്ങനെ ഈ പേര് വരാൻ എന്താ കാരണം എന്ന് അന്വേഷിച്ചിറങ്ങിയതാണ്. യാ ഞങ്ങളുടെ ഈ സ്ഥലം സൗദി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഒറിജിനലി ഇറ്റ് വാസ് സൗദേ. ആ സൗദേ എന്ന വാക്ക് ഒരു പോർച്ചുഗീസ് വാക്കാണ്, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹെൽത്ത്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പോർച്ചുഗീസുകാർ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഇവിടുത്തെ പള്ളിയിലെ മാതാവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രൂപത്തിന് പോർച്ചുഗീസുകാർ ആരോഗ്യ മാതാവ് എന്ന പേര് കൊടുത്തു. ഈ മാതാവിൻ്റെ സൗദേ ഓൾറെഡി ഹെൽത്ത് എന്നുള്ളതിൽ നിന്നാണ് സൗദേ എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണിത് സൗദി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്ഥലം ശരിക്ക് മാതാവിൻ്റെ പേരിൽ നിന്ന് ജന്മമെടുത്ത ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ഹെൽത്ത്, സൗദേ, കൊച്ചി 682507. ഈ സൗദയാണ് പിൽക്കാലത്ത് സൗദിയായ. സൗദി എന്ന് പറയുമ്പോൾ പ്രത്യേകതയാണ്. ആ സൗദിയിലുള്ളതാണല്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്കൊരു അത്ഭുതമാണത്. അതിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ഉണ്ട് കിട്ടും. ആ സൗദി എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ആണല്ലേ. നമ്മളൊരു ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ ബ്രദർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് സൗദിയിൽ നിന്ന് വന്ന ആൾക്കാരെ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 5 പേര് ഇവിടെ നിന്ന് ബ്രദറിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സൗദിയിൽ എവിടെയെന്ന് വെച്ചാൽ നമുക്കൊരു സൗദി എന്ന് പറഞ്ഞാൽ സാറേ ബ്രദറെ ഇന്നോടത്തെ സ്ഥലമാണ്, കൊച്ചിയിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പോകും അങ്ങനെ വേണ്ടത്. അപ്പോൾ അയാൾ പുറത്ത് നമ്മൾ ഒറിജിനൽ സൗദിയിൽ നിന്ന് ഞങ്ങൾ വന്നേക്കാണെന്നാണ് പുള്ളി പുറത്തത്. അടുത്തിടെ ഈ സൗദി കഥാപശ്ചാത്തലമാക്കി സൗദി വെള്ളക്ക എന്ന ചിത്രവും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. അങ്ങനെ പാസ്പോർട്ടും വിസയും ഒന്നുമില്ലാതെ ഞങ്ങൾ ചുളുവിലൊരു സൗദി യാത്ര നടത്തി. നമ്മുടെ കൊച്ചിയുടെ സ്വന്തം സൗദി. ഓരോരോ പേരുകൾ വരുന്ന വഴിയെ ഏറെ രസകരവും കൗതുകകരവുമാണ് കാര്യങ്ങൾ. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.